സച്ചിയുടെയും രേവതിയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ മുറ്റത്തിങ്ങനെ ചെടിക്കൊക്കെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് സച്ചി ആണെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. രേവതിയോട് ചോദിക്കാണ്, എന്താ അമ്മ പതിവില്ലാതെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത്? അതൊന്നും കാണില്ല സച്ചിയേട്ടാ. വഴിക്കൂടെ ആരെങ്കിലും പോവാണെങ്കിൽ അവരോട് എന്റെ കുറ്റമൊക്കെ എന്ന് പറയാലോ, അതും കൂടെ നിൽക്കുന്നതായിരിക്കും. അത് നീ പറഞ്ഞത് എന്തായാലും ശരിയാ. അല്ലാതമ്മ നീ വന്നതിന് ശേഷം ഇവിടെ ജോലി ചെയ്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. സച്ചി പറയാണ്, അല്ല നീ ഇന്ന് പൂ കൊടുക്കാനായിട്ട് പോന്നില്ലേ? പോണം സച്ചിയേട്ടാ, ഇപ്പൊ തന്നെ പോണം, സമയം വൈകി, ഞാനെങ്കിൽ പോകാനായിട്ട് ഇറങ്ങാൻ പോവാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രുതി അവിടെ കാണും. അങ്ങനെ ശ്രുതിയും പാർലറിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. ചന്ദ്രയോട് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ആന്റി ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ശ്രുതിയും അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടുന്ന് പോവാണ്. ഈ സമയത്ത് രവി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ പതിവില്ലാതെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത്? അവള് കണ്ടില്ലേ കാണിക്കുന്നത്, എല്ലാം നശിപ്പിച്ചു, ചെടി എല്ലാം പോയി, എത്ര കാശ് കൊടുത്ത് മേടിച്ചതാ എന്നൊക്കെ പറയുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, നീ 24 മണിക്കൂറും ഇവിടെ ചൊറിയും കുത്തിയിലിരിക്കുന്നത്, നിനക്ക് എങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്തൂടെ? ഇങ്ങനെ എന്തെങ്കിലും ജോലികളും ചെയ്ത് ആ കുട്ടീനെ സഹായിച്ചൂടെ? അതിന്റെ ഒന്നും ആവശ്യമേ എനിക്കില്ല, ഇവിടത്തെ വേലക്കാരിയെ അവള് വേണമെങ്കിൽ ചെയ്തോളൂ. രവി പറയാണ്, അവളിവിടുത്തെ വേലക്കാരിയല്ല, സച്ചിയുടെ ഭാര്യയാണ്, നിന്റെ മരുമകൾ. അങ്ങനെ ഒരു സ്ഥാനമൊന്നും ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൾ എന്റെ വേലക്കാരി തന്നെയാണ്. രവി പറയാണ്, രാവിലെ തന്നെ നീ ഉടക്കുണ്ടാക്കാൻ നിൽക്കണ്ട, രേവതിനെ ഞാനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് തന്നെ ആ കുട്ടീനെ ഇങ്ങനെ പറയാൻ ഞാൻ സമ്മതിക്കില്ല, നീ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു സ്ത്രീ കയറി വരുന്നുണ്ട്. എന്നും ചന്ദ്ര ചോദിക്കാണ്, ആരാ, എന്ത് വേണമെന്നൊക്കെ ഞാൻ പറയാം, വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ ചോദിക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും രവി പറയാണ്, അവൻ നിങ്ങൾ കാര്യാക്കണ്ട, അകത്തോട്ട് വാ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, വഴിയിൽ ആരെ കണ്ടാലും വിളിച്ച് അകത്തേക്ക് കയറ്റിക്കോളും, എന്തായെന്ന് പോലും ചോദിക്കില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ പിന്നാലെ കയറി പോകുന്നുണ്ട്. ഹാളിൽ വരുമ്പോഴേക്കും രവി പറയാണ്, ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവര് അകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ചന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. രവി ചോദിക്കാണ്, അല്ല നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അത് പിന്നെ ഞാൻ ആദിയുടെ അച്ഛമ്മയാണെന്ന് പറയുന്നുണ്ട്. ആദിയുടെ അച്ഛമ്മയോ? ഏതാദി, എവിടുത്തെ ആദി എന്ന് ചോദിക്കാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അപ്പോഴേക്കും നമ്മുടെ വന്നു നിൽക്കുന്ന സ്ത്രീ പറയുന്നുണ്ട്, എന്റെ മരുമകൾക്ക്, എന്റെ മകന്റെ മകൻ, അതായത് എന്റെ മരുമകൾ കല്യാണിയുടെ മകൻ എന്ന് പറയുന്നുണ്ട്. കല്യാണിയോ ആദിയോ, നിങ്ങൾക്ക് ആരാ വേണ്ടത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീടൊന്നും അല്ല, എനിക്ക് 3 മക്കളേ ഉള്ളൂ, സച്ചിയും ശ്രീകാന്തും അതുപോലെ തന്നെ ശ്രുതിയും, പിന്നെ 3 മരുമക്കളും ഉണ്ട്, രേവതിയും അതുപോലെ ശ്രുതിയും പിന്നെ വർഷയും, പിന്നെ ഞങ്ങൾ രണ്ടുമാണ് ഈ വീട്ടിലുള്ളത്. നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു കുട്ടിയുമില്ല, അതിന് തള്ളയുമില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്താ എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ? എന്റെ മകന്റെ ആദ്യ ഭാര്യയാണ് ഈ പറഞ്ഞ കല്യാണി, കല്യാണിയുടെ മകനാണ് ഈ പറഞ്ഞ ആദി, അവന് ഒരമ്മമ്മയുണ്ട്, അതായത് ആ കല്യാണിയുടെ അമ്മ എന്നും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് രവി പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ കല്യാണിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ആദ്യം പറഞ്ഞ ആളെയും ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ നിങ്ങൾ എന്തൊക്കെയാ വന്നിരുന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് ചിലപ്പോ അഡ്രസ്സ് മാറിപ്പോയതായിരിക്കും. അഡ്രസ് ഒന്നും മാറിയിട്ടില്ല, ഞാൻ ശരിയായ അഡ്രസ്സ് അന്വേഷിച്ച് തന്നെയാണ് വന്നത്. എന്റെ മകൻ മരണപ്പെട്ടു പോയി, അവന് ആദ്യം ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിരുന്നു, അവർ തമ്മില് നല്ല പൊറുത്തുകേടുകളായിരുന്നു. എന്റെ മകൻ മദ്യപിക്കുകയും ആ കുട്ടിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ രണ്ടുപേരും തമ്മില് വേർപിരിയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവള് അവന്റെ മകനെയും കൊണ്ട് ഇങ്ങ് വന്നു. അവളുടെ എന്റെ മകൻ അവൻ മരിച്ചും പോയി. പക്ഷെങ്കില് എന്റെ മകന്റെ മകനെ എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ, എനിക്ക് ആകപ്പാട് ഇനിയുള്ളത് അവൻ മാത്രമാണ്. എന്റെ മകന്റെ ഭാര്യ കല്യാണി ആ കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. ശേഷം അവൾ വേറെ വിവാഹം കഴിച്ചെന്നൊക്കെയാ ഞാൻ അറിഞ്ഞത്. അങ്ങനെ വിവാഹം കഴിച്ചവള് എന്റെ മകന്റെ കുഞ്ഞിനെ കൊണ്ട് നടക്കണ്ട, എനിക്ക് ആ കുഞ്ഞിനെ വേണമെന്നും പറയുന്നുണ്ട്. രവി പറയാണ്, എന്റെ പൊന്നു സഹോദരി, ഞങ്ങൾ പറയുന്ന കേക്ക്, നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈ കല്യാണി ആദി ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കേക്കാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഇനി ഇവര് പറഞ്ഞത് ആ ആദിയെ കുറിച്ചാണോ? സച്ചിൻ രേവതിയും ഒരു പയ്യനെയും കൂടി വരില്ലേ? അവന്റെ ഒരു അമ്മാമ്മയുണ്ടല്ലോ, അവരുടെ മകളാണെങ്കിൽ ഗൾഫിലെങ്ങാണ്ടാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. രവി പറയുന്നുണ്ട്, അതെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, നിങ്ങൾ പറഞ്ഞ ആളെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല, ഈ കല്യാണി എന്ന് പറഞ്ഞ ആളെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെങ്കില് ആദ്യം എന്ന് പറഞ്ഞ പയ്യനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. ഇവിടെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് ഒരമ്മമ്മയുണ്ട്. അത് മാത്രല്ല ആ ആദിക്ക് ഒരമ്മയുണ്ടെന്നാ പറഞ്ഞത്, അവരാണ് ഗൾഫിലാ, ഞങ്ങൾ ഇന്നവരെ കണ്ടിട്ട് കൂടിയില്ല
എന്നൊക്കെ പറയുന്നുണ്ട്. ആ, അത്രയെങ്കിലും നിങ്ങൾക്ക് അറിയല്ലോ. ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആ കല്യാണിയാണ് നിങ്ങളുടെ ഇവിടുത്തെ മകനെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ചന്ദ്ര ചോദിക്കാണ്, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഞങ്ങൾക്കിവിടെ 3 മരുമക്കളാണെന്ന് പറഞ്ഞല്ലോ. കല്യാണി എന്ന് പറഞ്ഞ പേരുള്ള മരുമക്കളൊന്നും ഞങ്ങൾക്കില്ല എന്നും പറയുന്നുണ്ട്. അവളുടെ പേരിപ്പോ കല്യാണി എന്നാണോ മറ്റെന്തെങ്കിലാണോന്നും എനിക്കറിയില്ല എന്ന് പറയാണ്. രവി പറയാണ്, ഇതാകെപ്പാടെ കൺഫ്യൂഷൻ ആയാലോ, ഇവർ ആരെക്കുറിച്ച് പറഞ്ഞേ എന്നൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും ചന്ദ്ര അകത്തേക്ക് പോയിട്ട് അവരുടെ ഫാമിലി ഫോട്ടോ എടുത്തോണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞാല് അന്ന് നമ്മുടെ ശ്രുതിയൊക്കെ കാറ് വാങ്ങിച്ചപ്പോ ഒരു സെൽഫി എടുത്തിരുന്നല്ലോ. അതിൽ രേവതിയും ചന്ദ്രയും ശ്രുതിയും അതുപോലെ വർഷയും ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ഫോട്ടോ കാണിക്കാണ്. അല്ല, ഇതിൽ ആരിലും ആണോ നിങ്ങൾ പറഞ്ഞ ആ കല്യാണി? ചോദിക്കുമ്പോഴേക്കും ആ സ്ത്രീ എഴുന്നേറ്റ് പറയുന്നുണ്ട്, ദാ ഇവള് തന്നെയാണ് എന്റെ മകന്റെ ഭാര്യ കല്യാണി എന്ന് പറയുന്നുണ്ട്. ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് അവരത് പറഞ്ഞത്. ഇത് കേട്ടപാടെ ചന്ദ്രനും രവിയും ഞെട്ടിപ്പോകുന്നുണ്ട്. ചന്ദ്ര പറയാണ്, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. ഇതെന്റെ മകന്റെ ഭാര്യയാണ് ശ്രുതി. നിങ്ങൾ പറഞ്ഞ പോലെ അത്ര വലിയ പയ്യനൊന്നും എന്റെ മരുമകൾക്കില്ല. അവള് കൊച്ചു പെൺകുട്ടിയാ. ആര് പറഞ്ഞു? അവക്കേ 30 വയസ്സുണ്ട്. അത് മാത്രല്ല, നിങ്ങളീ പറഞ്ഞ ശ്രുതി ഉണ്ടല്ലോ, അവള് തന്നെയാണ് കല്യാണി. ആ കല്യാണിയെ വളരെ ചെറിയ പ്രായത്തിലാ എന്റെ മകൻ കല്യാണം കഴിച്ചത്. അതിനുശേഷം കുറച്ചു വർഷങ്ങള് അവർ ഒന്നിച്ചു ജീവിച്ചെങ്കിലും ആ ദാമ്പത്യം മുമ്പോട്ട് പോയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശേഷം മകനെ കൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. നാടാണെന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴാണ് ഞാൻ തപ്പി കണ്ടുപിടിച്ചത്. അവള് വേറെ വിവാഹം കഴിച്ചെന്നും ഞാൻ അറിഞ്ഞെന്ന് പറയുന്നുണ്ട്. രവി ചോദിക്കാണ്, ചന്ദ്രേ എന്തൊക്കെയാ കേൾക്കുന്നേ? ഇവര് വെറുതെ പറഞ്ഞ രവിയേട്ടാ, ഇതൊന്നും സത്യമായിരിക്കില്ല. എന്റെ മരുമകളെ താത്തി കിട്ടാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്യുന്ന ചതിയാ ഇതൊക്കെ എന്ന് പറയുമ്പോഴേക്കും ആ അമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ കള്ളം പറഞ്ഞത്? എനിക്ക് എന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ സഞ്ചിക്കകത്തുനിന്ന് ഒരു ആൽബം എടുത്ത് കാണിക്കാണ്. ദാ ഇതെന്റെ മകന്റെയും എന്റെ മരുമകളുടെയും കല്യാണ വിവാഹ ആൽബം ആണെന്ന് പറയുന്നുണ്ട്. ഇതല്ലേ നിങ്ങൾ പറഞ്ഞ ശ്രുതി എന്ന് ചോദിക്കാണ്. ഈ ഫോട്ടോസൊക്കെ കാണുന്ന അവർ ഞെട്ടിപ്പോകുന്നുണ്ട്. ശ്രുതി അതല്ലെന്ന് പറഞ്ഞെങ്കിലും അവരുടെ അടുത്തേക്ക് അമ്മ അത് തന്നെയാണ്. അതായത് നമ്മുടെ ശ്രുതിയുടെ അമ്മയുണ്ടല്ലോ, ആ അമ്മയും ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അവരുടെ എല്ലാ ഫോട്ടോസും അതിനകത്ത് തന്നെയുണ്ട്. ഇത് കാണുമ്പോൾ ആകെപ്പാടെ ഞെട്ടിത്തെറിച്ച് നിൽക്കാണ് ചന്ദ്രയും രവിയും കൂടിയിട്ട്. കാരണം ഇത്രയും കാലം തന്റെ മകന്റെ ഭാര്യയായിട്ട് ആരും അറിയാതെ ശ്രുതിയായിട്ട് നടക്കാറുന്നല്ലോ ഈ കല്യാണി. അവരുടെ അമ്മയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ ചടങ്ങുകളൊക്കെ ചെയ്യല്ലോ, അനുഗ്രഹിക്കുന്നതും അവളുടെ കൂടുന്ന ഫോട്ടോ എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെ അതിലുണ്ട്. ആ സ്ത്രീ ചോദിക്കാണ്, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും വിശ്വാസമായോ? ആദ്യം കൂടെ അവന്റെ അമ്മമ്മ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ദാ അത് ഈ കാണുന്ന വിമല എന്ന് പറഞ്ഞവരല്ലേ? രവി പറയാണ്, അതേന്ന്. അപ്പൊ പറയാണ്, ഈ വിമല തന്നെയാണ് ഈ കല്യാണിയുടെ അമ്മ. ശരിക്കും അവളുടെ പേര് ശ്രുതി എന്നല്ല, കല്യാണി നാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, എനിക്കെങ്കിലും ഒന്നും വിശ്വസിക്കാനാവുന്നില്ല. ഞാനാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇവളുടെ അച്ഛനമ്മയൊക്കെ മലേഷ്യയിലാണ്. ഇവൾക്കിങ്ങനെ ആദ്യം തന്നെ കുട്ടി അറിയത്തുകൂടി ഇല്ലെന്നാ പറഞ്ഞിരിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും അവര് പറയുന്നുണ്ട്, അവള് കള്ളിയാ, പഠിച്ച് കള്ളി. കക്കാണ് നിൽക്കാനൊക്കെ അവൾക്കറിയാം. ഇപ്പറഞ്ഞതെല്ലാം കള്ളത്തരാണ്. അവൾക്കൊന്നുമില്ല. അവളുടെ അച്ഛൻ മരിച്ചുപോയി. ആപ്പടുള്ളത് ആ അമ്മ മാത്രമാണ്. പിന്നെ ഈ മകനും. അവൾ എന്റെ മകന്റെ ഭാര്യയായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്നറിയാതെ കയ്യും കാലും ഒക്കെ വിറച്ചു നിൽക്കാണ്. ഞാൻ വന്നത് എന്റെ മകനെ കൂട്ടിക്കൊണ്ടു പോകാനാ. അവനെങ്കി എന്നാ മതി, ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോഴേക്കും രവി പറയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ആ മകനൊന്നും ഇവിടെ ഇല്ല. പിന്നെ എവിടെയാ എന്റെ മകൻ? എവിടാന്ന് ചോദിക്കുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളീ പറഞ്ഞ കല്യാണി ശ്രുതിയാണെന്ന് പോലും ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ എങ്ങനെയാ ആ മകന്റെ കാര്യമൊക്കെ? ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ സച്ചിൻ രേവതിയും കയറി വരുന്നുണ്ട്. പിന്നാലെ തന്നെ ശ്രുതിയും വർഷയും ഒക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ഹാളിലേക്ക് വന്ന് നിൽക്കാണ്. ഈ ഒരു സ്ത്രീയെ കണ്ടപാടെ ശ്രുതി ഞെട്ടി വിറച്ച് നിൽക്കുന്നുണ്ട്. അവളുടെ കയ്യിലിരുന്ന ഫോണ് പോലും വിറച്ച് താഴെ പോവാണ് കേട്ടോ. ഈ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ രവിക്കും ചന്ദ്രയ്ക്കും ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിക്കാവുന്നുണ്ട്. ചന്ദ്രൻ മുമ്പോട്ടേക്ക് വന്നിട്ട് ചോദിക്കാണ്, അല്ല ശ്രുതി, നിനക്ക് ഇവരെ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. സച്ചിൻ ഏതും ചോദിക്കാണ്, ആരാ അമ്മ ഇത്? വർഷ ചോദിക്കുന്നുണ്ട്, ആരാ ആന്റി ഇത് എന്ന് ചോദിക്കാണ് കേട്ടോ. ചന്ദ്ര പറയുന്നുണ്ട്, അത് ശ്രുതി പറയട്ടെ. ശ്രുതി പറയാണ്, അയ്യോ എനിക്കറിയില്ല ആന്റി. ഓഹോ, നിനക്കറിയില്ലേ? അപ്പോഴേക്കും ആ വന്ന സ്ത്രീ ചോദിക്കുന്നുണ്ട്, എന്താടി കല്യാണി, നിനക്കെന്നെ അറിയില്ലേ? കല്യാണിയോ? നിനക്ക് ആള് മാറിപ്പോയതാ. ഞാൻ ശ്രുതിയാ, ഈ നിൽക്കുന്ന ശ്രുതിയുടെ ഭാര്യ. എനിക്കിങ്ങനെ ആളെ അറിയത്തോടിയില്ല. അപ്പോഴേക്കും അവര് വന്നിട്ട് പറയുന്നുണ്ട്, അല്ല ഇവള് പറഞ്ഞ പച്ചക്കള്ളാണ്. ഇവള് എന്റെ മകന്റെ ഭാര്യയായ കല്യാണിയാണെന്ന് പറയുന്നുണ്ട്.
ശ്രുതി പറയുന്നുണ്ട്, ഇവർ എന്തൊക്കെ വിഡിത്തായി പറയുന്നത്? ഞാൻ ഇവരെ മരുമകളും അല്ല, എനിക്ക് അങ്ങനെ ഭർത്താവും ഇല്ലെന്ന് പറയുന്നുണ്ട്. ശ്രുതി ചോദിക്കാണ്, എന്തൊക്കെയാ ശ്രുതി കേൾക്കുന്നത്? എന്റെ പൊന്നു ശ്രുതി, എനിക്കറിയില്ല, ഇവര് പറഞ്ഞതൊക്കെ പച്ച കള്ളാണ്. അപ്പോഴേക്കും ആ ആൽബം എടുത്ത് ചന്ദ്രൻ ദേവിയും ഇവളെ കാണിക്കാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, കാണാൻ ഈ പെണ്ണ് എന്നെ പോലെ തന്നെയുണ്ട്, പക്ഷെങ്കില് ഇവരെ ഫേസ് ഒന്ന് നോക്കിക്കേ, നല്ല വ്യത്യാസമില്ലെന്ന് സച്ചോടും ദേവതയുടെ ശ്രുതിയോടൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയാണ്, അതെ, നല്ല വ്യത്യാസമുണ്ട്, ശ്രുതിയുടെ ഫേസ് കട്ടൊക്കെ ആണെന്നുള്ള ശരിയാണ്. ശ്രുതി പറയുന്നുണ്ട്, ഇത് ഞാനല്ല, എന്റെ ഫേസ് കട്ടുള്ള ഏതൊരു പെൺകുട്ടിയാണ്, നിങ്ങക്ക് ആള് മാറിപ്പോയതാ? അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, ദാ ഇത് കണ്ടോ, ഇത് ആ ആദ്യം അമ്മമ്മയല്ലേ എന്ന് ചോദിക്കാണ്. സച്ചി പറയുന്നുണ്ട്, അതേലോ, ഇത് ആ ആന്റി ആണല്ലോ എന്ന് പറയാണ്. കണ്ടോ, ഇവരും ആദ്യം ഇത് ഇവരുടെ മകള് തന്നെയാണ് എന്നും ആ വന്ന സ്ത്രീ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിങ്ങക്ക് എന്തോ സംഭവിച്ചു, എന്നെ പോലെ തന്നെ ഷേപ്പുള്ള ഒരാളായിരിക്കും ഈ പറഞ്ഞ ആ വിമല എന്ന് പറഞ്ഞ ആന്റിയുടെ ആ മകള്, ആദ്യയുടെ അമ്മ. പക്ഷെ അത് ഞാനാണോ നിർബന്ധമുണ്ടോ? നിങ്ങളൊന്ന് നോക്കിയത് എന്ന് പറയുന്നുണ്ടോ. അപ്പൊ ശ്രുതി ഏകദേശം 18 വയസ്സൊക്കെ ഉള്ള സമയത്താണല്ലോ, മുടിയൊക്കെ ചുരുണ്ട് അത്യാവശ്യം ഡാർക്കൊക്കെ ആയിട്ട് വലിയ വണ്ണമൊന്നും ഇല്ലാതെ മെലിഞ്ഞ് ആ ഒരു പരുവത്തിലായിരുന്നു ആ ഒരു ഫോട്ടോ ഇരുന്നട്ടോ. ശ്രുതിയുമായിട്ട് ചെറിയ സാമ്യം ഉണ്ടെങ്കിലും അങ്ങനെ നല്ല കൃത്യമായിട്ട് പഴയ ഫോട്ടോ അല്ലേ, ഒരു 10-15 വർഷം മുമ്പുള്ള ഫോട്ടോയൊക്കെ ആയതുകൊണ്ട് തന്നെ അത് ശ്രുതിയാണെന്ന് കൃത്യമായിട്ട് അവർക്ക് പറയാനും സാധിക്കുന്നില്ല. പക്ഷെങ്കിൽ ആ അമ്മയെ കാണിച്ചിട്ടാണ് ഇവർ ഇത്ര നേരം വാദിച്ചുകൊണ്ടിരുന്നത്. ശ്രുതി പറയാണ്, ഇതെന്റെ അമ്മയല്ല, ഇതിന്റെ മകനും അല്ല, നിങ്ങൾക്ക് ആള് മാറി പോയതായിരിക്കും എന്ന് പറയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഇപ്പൊ കേട്ടല്ലോ, ഇപ്പൊ സമാധാനമായല്ലോ, ഇത് എന്റെ വരവുകൾ ശ്രുതിയാണ്. നിങ്ങൾ പറഞ്ഞ കല്യാണിക്ക് ഈ ഷെയ്പ്പൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അത് അവളാവണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ ഇവളെ കണ്ടാല് അത്രയും പ്രായമുള്ളൊരു ചെറുക്കന്റെ തള്ളയാണെന്ന് പറയുവോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കാൻ കേട്ടോ. ആ സ്ത്രീ പറയുന്നുണ്ട്, എന്തോ എനിക്കങ്ങനെ തോന്നി, ഞാൻ പലയിടത്തും അന്വേഷിച്ചപ്പോഴും ഇങ്ങനെ അറിയാൻ സാധിച്ചത്. എന്തായാലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചാലും സോറി, എന്തായാലും ഞാൻ അന്വേഷണം നിർത്തുന്നില്ല, എനിക്ക് എന്തായാലും എന്റെ മകനെ വേണം, അതുകൊണ്ട് അവരന്വേഷിച്ച് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ കല്യാണിനെയും അവളുടെ അമ്മേനെയും മോനെയും ഞാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. സച്ചിക്കും രേവതിക്കും എന്തൊക്കെയോ സംശയങ്ങൾ വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവർ വന്നു കഴിയുമ്പോഴുള്ള നമ്മുടെ ശ്രുതിയുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇവർ രണ്ടും പരസ്പരം ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കാണ്. ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ മനുഷ്യന്മാരാണ്, ഹോ എന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയാന്ന് പറഞ്ഞത്. ഒരു നിമിഷം ഞാൻ ആ പട ഷോക്കായി, പിന്നെ എനിക്ക് മനസ്സിലായത് എന്റെ ഷേപ്പും ഇല്ലാത്ത ഏതൊരു പെൺകുട്ടിയെ കാണിച്ചിട്ട് പറയുന്നതാണെന്ന് എന്നും പറഞ്ഞ് ശ്രുതി, വാ ശ്രുതി നമുക്ക് അകത്തേക്ക് പോകാം, വൈ ഫ്രഷ് ആയിട്ടും എല്ലാം കഴിക്കാം എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഓരോരോ മാരണങ്ങൾ വന്ന് കയറുന്നത് മനുഷ്യന്റെ മനസ്സമാധാനം കളയാനായിട്ട് എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. വർഷയും ശ്രീകാന്തും അതുപോലെ തന്നെ അകത്തേക്ക് കയറി പോയിട്ടോ. പക്ഷെങ്കിൽ സച്ചിൻ രേവതിയും അവിടെ തന്നെ നിൽക്കാം കേട്ടോ. മേളിലേക്ക് പോയിട്ട് ശ്രുതി ഇവരെന്താണ് പറഞ്ഞറിയാൻ വേണ്ടി ഒളിഞ്ഞോടെ നിൽക്കുന്നുണ്ട്. രേവതി പറയാണ്, ശരിക്കും ആ ഫോട്ടോയിൽ കണ്ട ആള് ശ്രുതിയെ പോലെ തന്നെയുണ്ടല്ലേ? ശരിയാണല്ലോ, അങ്ങനെയാണെങ്കിലേ ആ വിമല എന്ന് പറഞ്ഞ അമ്മ വരുമ്പോ എന്തായാലും ഈ കുട്ടിക്ക് എന്റെ മകളുടെ ഷേപ്പ് ഉണ്ടെന്നൊക്കെ ഒന്ന് പറയേണ്ടതല്ലേ? അങ്ങനൊന്നും പറഞ്ഞില്ല. ആദ്യമാണെങ്കിലോ ശ്രുതിക്ക് നല്ല അടുപ്പവും. ഇതിലെന്തെങ്കിലും സത്യം കാണോ സച്ചേട്ടാ? എനിക്കറിയില്ല. എന്തായാലും പൗഡർ എടുത്തൊരു പക്ക ഫ്രോഡാണെന്ന് എനിക്കറിയാം, അതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവർ അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ, നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് അന്വേഷിച്ചാലോ എന്ന് സച്ചി ചോദിക്കുമ്പം രേവതി പറയാണ്, എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്, അതിനിടയിലാണോ അതൊക്കെ അന്വേഷിക്കാൻ പോണത്? എന്നെ കൊണ്ടങ്ങ് വയ്യെന്നും പറഞ്ഞിട്ട് അവിടുന്ന് രേവതിയും കയറി പോവാണ്. ശ്രുതിയാണെങ്കില് ആകെപ്പാടെ പേടിച്ചു കയറിച്ച് നിൽക്കാട്ടോ. കാരണം പെട്ടെന്നൊരു തോന്നിയൊരു ബുദ്ധി കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് അവൾ അഡ്ജസ്റ്റ് ചെയ്താണല്ലോ. ഇത്ര വലിയ തെളിവായിട്ടല്ലേ ഒരാളെ കയറി വന്നത്. ഇനി എന്താകും അടുത്ത സ്റ്റെപ്പ് എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പൊ ഇതുപോലുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.